This all plums? Yes. No, this apple. This is plum. This one apple. This is apple. ഇതാണ് ആൽഫബറ്റ് മോനുമെൻറ്റ്. അർമേനിയയിലെ പ്രധാനപ്പെട്ട ഒരു അക്ഷരമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരേ ഒരു പാർക്കാണിത്. ഇവിടുന്ന് തന്നെ ഈ പ്രാദേശികമായിട്ട് കിട്ടിയ കല്ലിലാണ് ഈ എല്ലാ അക്ഷരങ്ങളും കൊത്തിയെടുത്തിരിക്കുന്നത്. With me, Armenia tour will be Adipuli. അടിപൊളി. Yes. Yes. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ സഗ്മോസവാങ് മൊണാസ്ട്രിയിലാണുള്ളത്. സഗ്മോസവാങ് മൊണാസ്ട്രിയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇനി ആൽഫബറ്റ് മോനുമെൻ്റ് ഇവിടെ അടുത്തുണ്ട്. അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഒരു വാഷ്റൂമിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ആൽഫബറ്റ് മോനുമെൻറ്റിലോട്ട്. അർമേനിയൻ ലാംഗ്വേജിൻ്റെ അക്ഷരങ്ങളുടെ വലിയ പതിപ്പ് കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു മലയുടെ മുകളിൽ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ആൽഫബറ്റ് മോനുമെൻറ്റ്. അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൊണാസ്ട്രിയിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്പോട്ട് ഇതെന്താണ്? Artham, where we are going next? I will stop to washroom. Okay. Because in the mountain there is no washroom. Okay. So that's why better use here. Okay. Otherwise 3 hours doing nothing. Okay. This all plums? Yes. No, this apple. This is plum. Okay. This one apple. This is apple. What is the berries? Red berries or blackberry? Which one? Yeah. Red berry? This berry. Blackberry, Kind of, yeah, blackberry. Yeah. Walnut. Walnut. Okay. There are walnut trees. നമ്മൾ പാർക്കിങ്ങിലെത്തി. സഗ്മോസവാങ് മൊണാസ്ട്രിയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Armenian alphabet monument, then we are going Aragas mountain. ഓക്കെ, ആൽഫബറ്റ് മോനുമെൻ്റ് ആണ് ഇപ്പോൾ അടുത്ത് പോകുന്നത്. പോകുന്ന വഴിക്കൊരു വാഷ്റൂമിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആൽഫബറ്റ് മോനുമെൻറ്റിൽ പോകും. ഇവിടെ പുറത്ത് പൈൻ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ സാധാരണ പൊക്കം കൂടിയ സ്ഥലങ്ങളിലാണ് ഈ പൈൻ മരങ്ങളൊക്കെ കാണുന്നത്. സഗ്മോസവാങ്ങിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമാണ് ഈ ആൽഫബറ്റ് മോനുമെൻറ്റിന് ഉണ്ടെന്ന് പറയുന്നത്. ഇതൊരു നാട്ടിൻപുറം പോലുള്ള ഒരു ചെറിയൊരു വില്ലേജ്, ഒരു ഗ്രാമപ്രദേശമാണ്. ചെറിയ റോഡുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ചെറിയ സെറ്റപ്പിലുള്ള റോഡുകളാണ്. What is special in alphabet monument? What is the speciality? Speciality is like Armenian alphabet monument, big letters, stone letters. All small kids studying alphabet coming here just to respect the person who invented. Okay. Who invented Mesut Mashtots, 5th century, 405 AD. Here is washroom. Let's go to washroom. Okay. Christianity is a state religion. Yeah. 301 AD. So 2001 we were celebrating 700 years anniversary. So when we built this cross, so 1700 small crosses in this big cross. Okay. And every year we had one small cross. Okay. Like years of Christianity. Okay. So you can just from here. Okay. ഇതാണ് ആൽഫബറ്റ് മോനുമെൻറ്റ്. അർമേനിയയിലെ പ്രധാനപ്പെട്ട ഒരു അക്ഷരമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരേ ഒരു പാർക്കാണിത്. അവിടെ ഒരു ചെറിയൊരു ഷോപ്പ്. അപ്പോൾ നമ്മൾ ആൽഫബറ്റ് മോനുമെൻറ്റിലെത്തി. ഇതിപ്പോൾ ഗൈഡ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ ഒരു മോനുമെൻറ്റ് ഇവരുടെ അക്ഷരമാല കണ്ടുപിടിച്ചിട്ട് 1600 വർഷത്തിൻ്റെ വാർഷികത്തിലാണ് ഈ ഒരു മോനുമെൻ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം 1600 മീറ്റർ സീ ലെവലിൽ നിന്ന് 1600 മീറ്റർ ഉയരമുള്ള സ്ഥലമാണ്. അതുപോലെ ഇവർക്ക് 36 ലെറ്ററാണ് ഇവരുടെ ആൽഫബറ്റിലുള്ളത്. അപ്പോൾ യെരവൻ സിറ്റിയിൽ നിന്ന് 36 കിലോമീറ്റർ ദൂരെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്. 3 മീറ്ററാണ് ഓരോ ലെറ്ററിൻ്റെയും വലിപ്പം. ഇവിടുന്ന് തന്നെ ഈ പ്രാദേശികമായിട്ട് കിട്ടിയ കല്ലിലാണ് ഈ എല്ലാ അക്ഷരങ്ങളും കൊത്തിയെടുത്തിരിക്കുന്നത്.
ലെറ്റർ അല്ലാതെ വേറെ കുറേ ആൾക്കാരുടെ സ്റ്റാച്യൂസും പുറകിൽ കാണുന്നുണ്ട്. നമുക്കിത് കണ്ടിട്ട് പുറകിൽ പോയിട്ട് നോക്കാം അത് ആരാണ്. Asker. ഈ അർമേനിയൻ ലിപിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ അർമേനിയയുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലുള്ള എഴുത്ത് ശൈലികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിലാണ് അർമേനിയൻ ഭാഷ എഴുതുന്നത്. അങ്ങനൊരു പ്രത്യേകത അർമേനിയൻ ഭാഷയിലുണ്ട്. ഐബുമൻ എന്നാണ് പ്രാദേശികമായിട്ട് ഈ ഒരു കുന്ന് അറിയപ്പെടുന്നത്. അർത്തഷാഖാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു മൊനുമെൻറ്റും ഈ ഒരു കുന്ന് വരുന്നത്. ഈ അർമേനിയൻ ഭാഷയിൽ 36 അക്ഷരങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 3 അക്ഷരങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇപ്പോൾ 39 ലെറ്ററാണുള്ളത്. പക്ഷേ ഈ പാർക്കിൽ ഇപ്പോൾ 36 അക്ഷരങ്ങളാണുള്ളത്. മഷ്റഫ് മർത്തോത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അർമേനിയൻ ലിപി കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരവും ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയിലൂടെയാണുള്ളത്. ജിം ടൊറാസിൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഈ ഒരു മോനുമെൻ്റ് ഡിസൈൻ ചെയ്തത്. എല്ലാ ലെറ്ററും അതുപോലെ ഈ കാണുന്ന ശില്പങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തത് ജിം ടൊറാസിൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ്. വേറൊരു കാര്യം നമ്മുടെ ഗൈഡ് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് അക്ഷരം പഠിക്കാൻ പോകുന്ന അർമേനിയയിലുള്ള കുഞ്ഞുങ്ങളെ ഈ ഒരു പാർക്കിൽ കൊണ്ടുവന്നിട്ട് ഈ അക്ഷരങ്ങളെ കാണിച്ചിട്ടാണ് അവരെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഈ എഴുത്തിന് ഇരുത്തുന്ന ഒരു പരിപാടിയില്ലേ, അതിന് പകരം ഇവിടെ ഇവർ ചെയ്യുന്നത് നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ അക്ഷരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യിപ്പിക്കും. AD 405 മഷ്റഫ് മട്സോസ് എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ഈ അർമേനിയൻ ഭാഷ കണ്ടുപിടിച്ചത്. ഇവിടെയൊക്കെ ഈ അക്ഷരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ സ്റ്റാച്യൂസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഇതിൻ്റെ പുറകിൽ ഒരു കുരിശ് കാണുന്നുണ്ട്, ക്രോസിൽ. ക്രിസ്തുമതം അർമേനിയയുടെ ഔദ്യോഗിക മതമാവുന്നത് AD 301 അതായത് 2001 ക്രിസ്തുമതത്തിന്റെ അർമേനിയയിൽ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചതിന്റെ 1700 വാർഷികം നടക്കുന്നത്. ആ 1700 വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ഇവിടെ ഈ കുന്നിന്റെ മേളിൽ 1700 ചെറിയ കുരിശുകൾ വെച്ചിട്ടൊരു കുരിശിന്റെ ഒരു രൂപം ഇവരിവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ അതിനുശേഷം ഓരോ വർഷവും ഓരോ ചെറിയ കുരിശ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ക്രോസിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്രോസിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ ലേറ്റ് ആവും. കാരണം ഇന്ന് കുറേ ലോങ് ഡ്രൈവ് ഉണ്ട് ഇവിടെ നിന്ന്. ഈ അരകാത്ത് മൗണ്ടൻ്റെ മേളിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ക്രോസ് ഹില്ലിൻ്റെ അങ്ങോട്ട് പോകുന്നില്ല. ക്രോസ് ഹില്ലിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 1721 വർഷം മുമ്പാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. അപ്പോൾ ക്രോസ് ഹില്ലിൽ ഒരുപാട് കച്ചറുകളുണ്ട്, അതായത് കൽക്കുരിശുകളുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ആ ഭാഗത്ത് ഒരു കുരിശ് കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ താഴെ കൽക്കുരിശുകളുണ്ട്. ക്രിസ്ത്യാനിറ്റി ഇവിടെ അർമേനിയയിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഇവർ ഓരോ കുരിശ് ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ 1721 കുരിശുകളാണുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും ഓരോ കുരിശിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കും. കുരിശുകൾ കൊണ്ടാണ് ആ ഒരു കുരിശുണ്ടാക്കിയിരിക്കുന്നത്. തിരിച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ് ആർത്തം. ആക്ച്വലി ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അബിയോണ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്യുന്നതും അർമേനിയയുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും ആദ്യം മുതൽ എനിക്ക് സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യാനാണെങ്കിലും ഹോട്ടലിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം നല്ലപോലെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. കഴിഞ്ഞ 2 ദിവസം നമ്മളിവിടെ വരാൻ പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. വാട്ട് ഐ ടോൾഡ് last 2 days you were not with us because there was some busyness. He already engaged with some other programs, so he was not with us. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അർമേനിയ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കോൺടാക്ട് ചെയ്താൽ മതി. നല്ല സൂപ്പർ ആളാണ്. With me, yes. Armenia tour will be Adipuli. Adipuli, yes. See you here. It is Adipuli. Thank you, dears. See you here. അപ്പോൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യണം. ഇവിടുത്തെ ഈ ആൽഫബറ്റ് മോനുമെൻറ്റിൽ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.